Hi, good morning. Okay, Avani, good morning. Chandni, good morning. Okay, എങ്ങനെയുണ്ടായിരുന്നു പൂജ ഹോളിഡേയ്സ് ഒക്കെ എല്ലാവരും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒക്കെ വെച്ചിരുന്നോ പൂജയ്ക്ക് വെച്ചല്ലാതെ ഓക്കെ അസ്താന സഞ്ജിന ഗുഡ് മോർണിംഗ് പൂജയ്ക്കൊക്കെ വെച്ചാ വെച്ചു ഓക്കെ എടുത്തതിന് ശേഷം അയച്ചൊക്കെ നോക്കിയോ അയച്ചൊക്കെ നോക്കി എല്ലാവരും നോക്കി ഓക്കെ കുഴപ്പമില്ല ഓക്കെ ശരി അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ നോക്കിയിട്ട് നോക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ ഓൺ മ്യൂട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് എന്ത് പറഞ്ഞ് പൂർത്തിയാക്കി ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ വരുന്നത് എന്തൊക്കെയായിരുന്നു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് വരുന്നുണ്ട് പിന്നെന്തായിരുന്നു നമ്മൾ പഠിച്ചു അല്ലെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡും പേപ്പർ റെക്കോർഡും തമ്മിലുള്ള കമ്പാരിസൺ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്താണ് പഠിച്ചത് സൗണ്ട് കേൾക്കുന്നുണ്ടോ നമുക്ക് സൗണ്ട് കേൾക്കുന്നില്ലേ ഉണ്ട് സൗണ്ട് കുറവ് ഞാനുണ്ടോ കുറയുന്നുണ്ട് സൗണ്ട് ഇല്ല ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞത് LIMS ആണ് അല്ലെ അതായത് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്താണ് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം പിന്നെ നമ്മൾ പഠിച്ചത് CPOE ആണ് അല്ലെ CPOയുടെ ഫുൾ ഫോം എന്തായിരുന്നു കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ ഏജന്റ് അല്ലെ ഇത്രയും 4 കാര്യങ്ങൾ ഈ പറയുന്ന 4 ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓക്കെ CPOE ആണ് ലാസ്റ്റ് പറഞ്ഞ് നമ്മൾ നിർത്തിയത് അല്ലെ എന്താണ് CPOE എന്ന് പറഞ്ഞാൽ അതിന് 3 പേരുകളിലാണ് അത് അറിയപ്പെടുന്നത് ഏതൊക്കെയാണ് ഒന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി മറ്റൊരു പേര് എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി പിന്നെ മൂന്നാമതൊരു പേരും കൂടി ഉണ്ട് എന്താണത് കമ്പ്യൂട്ടറൈസ്ഡ് പ്രാക്ടീഷണർ ഓർഡർ എൻട്രി എന്താണ് ഈ ഒരു സോഫ്റ്റ്വെയർ സംവിധാനത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് CPOE എന്ന് പറയുമ്പോൾ that allows the physicians to enter their medical orders electronically അല്ലെ ഇലക്ട്രോണിക്കലി അവരുടെ മെഡിക്കൽ ഓർഡേഴ്സുകള് മെഡിക്കൽ ഓർഡർ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കാം ഈ പറയുന്ന മെഡിക്കേഷൻസുകള് ലാബ് ടെസ്റ്റുകള് അല്ലെ അതുപോലെ തന്നെ റേഡിയോളജി എക്സാമിനേഷൻ അങ്ങനെയുള്ള ഫിസിഷ്യന്റെ ഓർഡറുകള് എന്താണ് ഇലക്ട്രോണിക്കലി എൻറ്റർ ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി അഥവാ CPOE എന്ന് പറയുന്നത് ഓക്കെ അറിയാലോ അതാണ് നമ്മൾ പറഞ്ഞത് നമുക്കറിയാം ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എററുകൾ വരാനുള്ള ചാൻസ് അവിടെ വളരെയധികം കുറവാണ് അല്ലെ എറർ വരാനുള്ള ചാൻസ് കുറവാണ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇറ്റ് ഇംപ്രൂവ്സ് ദ പേഷ്യന്റ് സേഫ്റ്റി അല്ലെ എറർ കുറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് എന്താണ് പേഷ്യന്റിന്റെ സുരക്ഷിതത്വം നമുക്ക് കുറേയധികം എന്ത് ചെയ്യാൻ പറ്റും ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഈ 4 ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അത് പഠിക്കുന്നത് ശ്രദ്ധിക്കാം EHR അതുപോലെ തന്നെ എന്താണ് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ഇത് നമ്മൾ പഠിച്ചത് CPOE ആണ് കേട്ടോ ഓക്കെ ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട് അത് അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല ജസ്റ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന ഒരു ഡയഗ്രം ആണ് കേട്ടോ അതിന് ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും വരാറില്ല അതായത് CPOയുടെ ആ ഒരു ഇന്റഗ്രേഷൻ ആണ് കേട്ടോ CPOE ഇന്റഗ്രേഷൻ ആൻഡ് വർക്ക് ഫ്ലോ ഇൻ ഹെൽത്ത് കെയർ സെറ്റിംഗ് അതാണ് അവിടെ ഒരു ഡയഗ്രം ആയിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും CPOE സിസ്റ്റം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇന്റഗ്രേറ്റഡ് വിത്ത് പ്രാക്ടീസ് മാനേജ്മെന്റ് സിസ്റ്റം പ്രാക്ടീസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഹെൽത്ത് കെയർ സെന്ററിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സംബന്ധമായിട്ടുള്ള വശങ്ങളാണ് കേട്ടോ അതാണ് അവിടെ പ്രാക്ടീസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ഹോസ്പിറ്റൽ പോലെയുള്ള ഒരു ഹെൽത്ത് കെയർ സെന്ററിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനം അതാണ് ഇത് പ്രാക്ടീസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്
അപ്പൊ ഈ പറയുന്ന CPOE സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഇന്റഗ്രേറ്റഡ് വിത്ത് പ്രാക്ടീസ് മാനേജ്മെന്റ് സിസ്റ്റമായിട്ട് ഇന്റഗ്രേറ്റഡ് ആണ്. കാര്യം നമുക്കറിയാം CPOE സിസ്റ്റം എന്താ ചെയ്യുന്നത്, that allows the physician to enter their orders electronically. ഇലക്ട്രോണിക്കലി അവരുടെ ഓർഡേഴ്സ് എൻറ്റർ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അത് ഇതുമായിട്ട് ഇന്റഗ്രേറ്റഡ് ആണ്, പ്രാക്ടീസ് മാനേജ്മെന്റ് സിസ്റ്റമായിട്ട് ഇന്റഗ്രേറ്റഡ് ആണ്. അതുകൂടാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും CDSS സിസ്റ്റം. ആ CDSS എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ചോദിച്ചൊന്നും കണ്ടിട്ടില്ല എങ്കിലും നിങ്ങൾ എഴുതി വെച്ചോളൂ. CDSSന്റെ ഫുൾ ഫോം ഇതാണ്, ക്ലിനിക്കൽ ഡിസിഷൻ. എഴുതിയെടുത്തോ കേട്ടോ, ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ഇതാണ് സപ്പോർട്ട് സിസ്റ്റം കേട്ടോ. CDSS, ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ഓക്കെ, നമ്മളോട് പറയുന്നത് CPOE സിസ്റ്റത്തിലൂടെ ഫിസിഷ്യൻസ് എന്ത് ചെയ്യാണ്, അവരുടെ ഓർഡേഴ്സ് ഇലക്ട്രോണിക്കലി എൻ്റർ ചെയ്യാണ്. ഓക്കെ, അങ്ങനെ എൻ്റർ ചെയ്യുന്ന ഫിസിഷ്യന്റെ ഓർഡറിനെ ആര് നോക്കുന്നുണ്ട്, CDSS സിസ്റ്റത്തിലൂടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, അസസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ ഈ പറയുന്ന ഫിസിഷ്യന്റെ ഓർഡറിൽ എന്തെങ്കിലും ഇഷ്യൂസുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും ഡ്രഗ് ഇന്ററാക്ഷൻസോ ഡോസേജിലോ അലർജി ചെക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസുകളൊക്കെ ആ ഫിസിഷ്യൻ ഓർഡറിൽ ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുന്നു, CDSS സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, അസസ് ചെയ്യുന്നുണ്ട് അല്ലെ, ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു ഓർഡർ എങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഫാർമസിയിലോട്ട് അല്ലെങ്കിൽ ലബോറട്ടറിയിലേക്ക്, റേഡിയോളജി സെന്ററിലോട്ടൊക്കെ ഈ പറയുന്ന ഓർഡേഴ്സുകൾ എന്ത് ചെയ്യപ്പെടുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അത് മാത്രമല്ല നിങ്ങൾക്കറിയാം ഇവിടെ VHR സിസ്റ്റം ഉണ്ട് അല്ലെ. നമ്മൾ ഈ പേഷ്യന്റിന് കൊടുക്കുന്ന ഫിസിഷ്യൻ ഓർഡർ ആയിക്കോട്ടെ, പേഷ്യന്റിന്റെ എല്ലാ ഇൻഫർമേഷൻസും എന്തിനകത്ത് റെക്കോർഡഡ് ആണ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റത്തിനകത്ത് സ്റ്റോർഡ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ അത് ജസ്റ്റ് ആയ വർക്ക് ഫ്ലോ മാത്രമാണ്, അതിന് കാര്യമായിട്ട് അതിന് ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കാം, CPOE സിസ്റ്റത്തിലൂടെ ഫിസിഷ്യൻസ് അവരുടെ ഓർഡറുകൾ എൻ്റർ ചെയ്യുന്നു. ആ ഓർഡറുകളെ CDSS സിസ്റ്റം ചെക്ക് ചെയ്യുന്നുണ്ട്. കാര്യം ഫിസിഷ്യൻ കൊടുത്തിട്ടുള്ള ഓർഡേഴ്സിൽ എന്തെങ്കിലും ഇഷ്യൂസുകളോ എന്തെങ്കിലും ഡ്രഗ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഇന്ററാക്ഷൻസുകളോ ഡോസേജിൽ എന്തെങ്കിലും വാരിയേഷൻസുകളോ അലർജി ചെക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ഈ ഒരു CDSS സംവിധാനം വഴി ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് ചെക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ആ ഓർഡറുകൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഫാർമസിയിലേക്കോ അല്ലെങ്കിൽ ലാബിലോട്ടോ റേഡിയോളജി സെന്ററിലോട്ടൊക്കെ എന്ത് ചെയ്യുന്നത്, ആ ഓർഡറുകൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് CPOയുടെ ആ ഒരു ഇന്റഗ്രേഷൻസ് ആൻഡ് വർക്ക് ഫ്ലോ ആണ് കേട്ടോ. അതൊന്നും അറിഞ്ഞിരുന്നാൽ മാത്രം മതി, വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും അതിൽ നിന്ന് ചോദിക്കും. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? 4 ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ ആണോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് എളുപ്പമുള്ള ഭാഗങ്ങളാണ് കേട്ടോ. ഇത്രയും ഭാഗങ്ങൾ കഴിഞ്ഞ് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. 10 uses of computers in hospitals കേട്ടോ. അതായത് ഹോസ്പിറ്റലുകളിലെ കമ്പ്യൂട്ടറുകളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ പ്രധാനമായിട്ടും നിങ്ങൾക്കൊരു 10 പോയിന്റുകളാണ് അവിടെ പഠിക്കാനായിട്ടുള്ളത്. പോയിന്റുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ആ പോയിന്റുകളുടെ എക്സ്പ്ലനേഷൻ മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ആദ്യം ജസ്റ്റ് നമുക്ക് പോയിന്റുകൾ ഒന്ന് വായിക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, എന്ത്, മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫർമേഷൻ. മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫർമേഷൻ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, മോണിറ്റർ പേഷ്യൻസ് അല്ലെ, പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യുന്നതിനായിട്ട് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. തേർഡ് പോയിന്റ് എന്താണ്, മെഡിക്കൽ റിസർച്ച് അല്ലെ, മെഡിക്കൽ ഗവേഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്, കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് പോയിന്റ് എന്താണ്, ഇൻവെന്ററി അല്ലെ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റോക്ക് ആണ് അല്ലെ. സ്റ്റോക്ക് മാനേജ്മെന്റിന് സഹായിക്കുന്നുണ്ട്. അതിപ്പോ മെഡിസിൻസ് മാത്രമല്ല അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ധാരാളം എക്യുപ്മെന്റ്സുകൾ ഉണ്ട്, മറ്റുള്ള സപ്ലൈസുകൾ ഉണ്ട്, മെഡിസിൻസ് ഉൾപ്പെടെയുള്ളത് അല്ലെ. അതിന്റെ എല്ലാത്തിന്റെയും സ്റ്റോക്ക് മാനേജ്മെന്റിനായിട്ടും ഇൻവെന്ററി മാനേജ്മെന്റിനും ഇത് സഹായിക്കുന്നുണ്ട്, കമ്പ്യൂട്ടറുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അഞ്ചാമത്തെ പോയിന്റ് എന്താണ്, യൂസിങ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെ, ശസ്ത്രക്രിയാ നടപടിക്രമങ്ങൾക്കും നമ്മൾ എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, കമ്പ്യൂട്ടേഴ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. സിക്സ്ത് പോയിന്റ് എന്താണ്, മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഇമേജിങ് അല്ലെ. മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഇമേജിങ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് സപ്പോർട്ട് ചെയ്യാനും മെഡിക്കൽ ഇമേജിങ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യാനുമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്, കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ എന്താണ്, കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ
ടെലിമെഡിസിൻ സൗകര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, കസ്റ്റമർ സർവീസസിന് ഉപയോഗിക്കുന്നുണ്ട്, ഓൺലൈൻ പേയ്മെന്റിനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ കൂടുതൽ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. എങ്കിലും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 10 പോയിന്റുകളാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ പോയിന്റുകൾ എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫർമേഷൻ അല്ലെ, രോഗിയുടെ വിവരങ്ങൾ സുരക്ഷിതമാക്കി സൂക്ഷിക്കുന്നതിന് എന്ത് സഹായിക്കുന്നുണ്ട്? കമ്പ്യൂട്ടർ സിസ്റ്റംസുകളെ സഹായിക്കുന്നുണ്ട്. അതാണല്ലോ നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തം പഠിച്ചത്. നോക്കുക, patient information is kept organized, safe and readily available on a computer. അല്ലെ, നമുക്കറിയാം പേഷ്യന്റിന്റെ വിവരങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് സുരക്ഷിതമാക്കി ഈസിലി നമുക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ ഏതിനകത്ത് സൂക്ഷിക്കാൻ സാധിക്കും? കമ്പ്യൂട്ടറിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ, സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. In an emergency, medical staff need to access to patient records. There are lesser risk of data loss or mismatching while using a computer. അപ്പൊ നമുക്കറിയാം പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പേഷ്യൻസിന്റെ റെക്കോർഡുകൾ ആക്സസ് ചെയ്യേണ്ടതായിട്ട് വരും. അറിയാലോ, നമ്മൾ മെഡിക്കൽ റെക്കോർഡ് പഠിച്ചതാണ്. ഒരു മെഡിക്കൽ റെക്കോർഡ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു പേഷ്യന്റിന്റെ ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം, നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ പ്രത്യേകിച്ച് ഒരു എമർജൻസി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാല് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പേഷ്യന്റിന്റെ റെക്കോർഡുകൾ വളരെ പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അത് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങളാണ്. ഓക്കെ, അത് മാത്രമല്ല, there are lesser risk of data loss or mismatching while using a computer. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വിവരങ്ങൾ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്മാച്ചിങ്ങുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ വളരെയധികം കുറവാണ്. എന്ന് പറഞ്ഞാൽ എറർ വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. നമ്മൾ മാനുവലി ചെയ്യുമ്പോഴാണ് കൂടുതൽ എററുകൾ വരിക അല്ലെ. നമ്മളിങ്ങനെ സിസ്റ്റത്തിൽ കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് സേഫ് ആക്കി വെക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡാറ്റകൾ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മിസ്മാച്ചുകൾ വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഓക്കെ, അതാണ് ആദ്യത്തെ പോയിന്റ്. മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫർമേഷൻ, പേഷ്യന്റിന്റെ വിവരങ്ങൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നു. ഓക്കെ, ഒന്നാമത്തെ പോയിന്റാണ്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, മോണിറ്റർ പേഷ്യൻസ് അല്ലെ. നമുക്ക് പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാനായിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും എന്തുണ്ട്? ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ ഒരു ICU ആയിക്കോട്ടെ, ഓപ്പറേഷൻ തിയേറ്റർ ആയിക്കോട്ടെ അല്ലെ, ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള മറ്റുള്ള റൂംസുകളിലായിക്കോട്ടെ, എല്ലായിടത്തും മെഡിക്കൽ റൂമുകളിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അതോടൊപ്പം പേഷ്യന്റിന്റെ മോണിറ്ററിംഗ് പർപ്പസിന് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. നോക്കുക, hospitals now utilize computers to keep the track of vital signs such as heart rate and blood pressure. അല്ലെ, നമുക്കറിയാം ഈ ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, ഓക്സിജൻ സാച്ചുറേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിലുള്ള വൈറ്റൽസ് ഒക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ നിന്ന് കമ്പ്യൂട്ടർ സംവിധാനങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത് അല്ലെ. അതുകൂടാതെ അഡീഷണലി ഇത് കമ്പ്യൂട്ടർ മോണിറ്ററിംഗ് സിസ്റ്റം കളക്ട് ഹെൽപ്ഫുൾ പേഷ്യന്റ് ഡാറ്റ അല്ലെ. ഈ പറയുന്ന പേഷ്യന്റിന്റെ വിവരങ്ങള് ഡാറ്റകൾ ഗ്യാദർ ചെയ്യാനായിട്ട് അല്ലെ, കളക്ട് ചെയ്യാനായിട്ട് ഇത്തരം കമ്പ്യൂട്ടർ മോണിറ്ററിംഗ് സിസ്റ്റംസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് പോസിബിൾ ടു ഗെറ്റ് ബാക്ക് ദിസ് ഡാറ്റ ഫോർ ഫ്യൂച്ചർ യൂസ് ഇൻ റിസർച്ച് ഓർ അതർ പർപ്പസ്. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും മെഡിക്കൽ ഗവേഷണങ്ങൾക്കോ മറ്റു ആവശ്യങ്ങൾക്കോ ഒക്കെ ആയിട്ട് ഇത്തരം ഡാറ്റകൾ തിരികെ ലഭിക്കുന്നതിന് കമ്പ്യൂട്ടേഴ്സുകൾ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. കാര്യം ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് അല്ലെ. നമുക്കത് റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലായാലും എന്തെങ്കിലും റിസർച്ചിന്റെ ആവശ്യങ്ങൾക്കോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളോ വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഡാറ്റകൾ നമുക്ക് റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. തിരിച്ച് നമുക്ക് എടുക്കാനും എന്താണ് എളുപ്പമാണ്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. അപ്പൊ മോണിറ്റർ പേഷ്യൻസ് മനസ്സിലായാലും പേഷ്യൻസിന്റെ ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, ഇതൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള വൈറ്റൽസ് ഒക്കെ മോണിറ്റർ ചെയ്യാൻ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ രോഗിയുടെ വിവരങ്ങൾ കളക്ട് ചെയ്യാനും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. ഇത്തരം വിവരങ്ങൾ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഗവേഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് റിട്രീവ് ചെയ്യുന്നതിനും കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ പോയിന്റ് ഓക്കെ ആണല്ലോ? മൂന്നാമത്തെ പോയിന്റ് കേട്ടോ. തേർഡ് പോയിന്റ് എന്താണ്? മെഡിക്കൽ റിസർച്ച് അല്ലെ. മെഡിക്കൽ ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ,
To understand more about a certain ailment, clinicians may now search medical databases. അല്ലെ, ailment എന്ന് പറഞ്ഞാൽ എന്താണ്? ailment എന്താണ്? അസുഖമാണ് കേട്ടോ, ഡിസീസ് കേട്ടോ, രോഗം എന്നാണ് അർത്ഥം. അപ്പോ ഇതിപ്പോ നമുക്കൊരു പ്രത്യേകമായിട്ട് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാനും ഒക്കെ ആയിട്ട് ഇന്ന് ഈ പറയുന്ന മെഡിക്കൽ പ്രൊഫഷണൽസുകൾ എന്തുപയോഗിക്കുന്നുണ്ട്? മെഡിക്കൽ ഡാറ്റാബേസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം കമ്പ്യൂട്ടർ അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അവർക്ക് എന്താണ് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രത്യേകമായി നമുക്കറിയുമ്പോൾ നമ്മൾ പുതിയ പുതിയ രോഗങ്ങളൊക്കെ വന്നു, കോവിഡ് വന്നു, നിപ്പ വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പുതിയ പുതിയ രോഗങ്ങളൊക്കെ എൻട്രി ചെയ്യുന്ന സമയത്ത് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനും അതിന് വേണ്ട പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാനും അതിന്റെ രോഗകാരികളെ പറ്റി മനസ്സിലാക്കാനും അതെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഇന്ന് മെഡിക്കൽ പ്രൊഫഷണൽസ് എന്തുപയോഗിക്കുന്നുണ്ട്? ഇങ്ങനെയുള്ള മെഡിക്കൽ ഡാറ്റാബേസ് സംവിധാനങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല the capacity of medical staff to get and apply knowledge is being improved using computers in healthcare. നമുക്കറിയാം ഇത് ഹെൽത്ത് കെയർ ഫീൽഡിൽ HIMS സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ മെഡിക്കൽ പ്രൊഫഷണൽസിനായാലും അവരുടെ അറിവുകൾ കൂടുതൽ അറിവുകൾ നേടുന്നതിനും അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിനൊക്കെയുള്ള ആ ഒരു കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനും ഇത്തരം കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അല്ലെ, ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ വന്നതോട് കൂടിയിട്ട് നമുക്ക് കൂടുതൽ അറിവുകൾ നേടാനായിട്ട് സാധിച്ചു. നമ്മൾ പറഞ്ഞ് കൂടുതൽ പറയുന്ന എല്ലാവർക്കും ഉണ്ട്, മെഡിക്കൽ പ്രൊഫഷണൽസിനെ സംബന്ധിച്ചവർക്ക് കൂടുതൽ അറിവുകൾ നേടാനും അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനുമുള്ള ഒരു ശേഷി മെച്ചപ്പെടുത്താൻ നമുക്ക് ഇത്തരം കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ കൊണ്ട് സാധിക്കും. അതാണ് ആ ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത് കേട്ടോ, മെഡിക്കൽ റിസർച്ച്. ഓക്കെ, നാലാമത്തെ പോയിന്റ് എന്താണ്? ഇൻവെന്ററി ആണ് അല്ലെ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞു, സ്റ്റോക്ക് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. സ്റ്റോക്ക് മാനേജ്മെന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, knowing what medications are on hand is very necessary for a patient's therapy. അല്ലെ, നമുക്കറിയാം ഒരു പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുൻപായിട്ട് അവിടെ എന്തൊക്കെ മരുന്നുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നറിയേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ നമ്മൾ ഫാർമസിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മളൊരു ഡ്രഗ് ഫോർമുലറി ഒക്കെ തയ്യാറാക്കുന്നുണ്ട്. ഒരു ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അവിടുത്തെ ആ ഒരു ഡ്രഗ് ഫോർമുലറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അല്ലെ. എന്നുവെച്ചാൽ ആ ഫാർമസിയിൽ ഏതൊക്കെ മരുന്നുകളാണ് ലഭ്യമായിട്ടുള്ളത് എന്ന് എന്തുണ്ടാവണം? ഡോക്ടർക്ക് അറിയണം. അതിനനുസരിച്ചിട്ടാണ് ഡോക്ടർ എന്ത് ചെയ്യുന്നത്? പേഷ്യൻസിന് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള മെഡിക്കേഷൻസുകൾ അവിടെ അവൈലബിൾ ആണോ അല്ലയോ എന്നൊക്കെ അറിയേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നോക്കാം, the rehabilitation process might be slowed down if a doctor prescribes a medication that is not in stock. So it is important to keep an inventory list up to date. അല്ലെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ പറയുന്ന ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിക്കേഷൻ അവിടെ സ്റ്റോക്കിൽ ഉണ്ടോ എന്നുള്ളത് എപ്പോഴും അറിയണം അല്ലെ. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് രോഗിയുടെ ചികിത്സയെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഇപ്പൊ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് ഫാർമസിയിൽ സ്റ്റോക്ക് ഇല്ല, സ്റ്റോക്ക് ഔട്ട് ആണ്, അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ എന്തിനെ ബാധിക്കും? അത് പേഷ്യന്റിന്റെ പരിചരണ അവരുടെ റീഹാബിലിറ്റേഷൻ പ്രോസസ്സിനെ വളരെ മോശമായിട്ട് ബാധിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ ഇൻവെന്ററി ലിസ്റ്റ് എപ്പോഴും ഉണ്ടാക്കി വെക്കണം, അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ അവിടെ സ്റ്റോക്ക് എന്ത് ചെയ്തിരിക്കണം? അപ് ടു ഡേറ്റ് ആയിട്ട് മാനേജ് ചെയ്തിരിക്കണം അല്ലെ. സ്റ്റോക്ക് ലെവലുകളൊക്കെ പ്രോപ്പർ ആയിട്ട് എന്തായിരിക്കണം? അപ് ടു ഡേറ്റ് ആയിരിക്കണം അല്ലെ. സ്റ്റോക്കിലുള്ള മരുന്നുകൾ ഏതൊക്കെയാണ്, സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള മരുന്നുകൾ ഏതൊക്കെയാണ്, അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്തിരിക്കണം? അവിടെ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അതിനൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്? കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ സഹായിക്കുന്നുണ്ട് കേട്ടോ. In the meanwhile, inventory control is necessary for hospitals and medical facilities. Therefore, inventory managers can trace stock levels through computers. അല്ലെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിലെ മറ്റ് മെഡിക്കൽ ഫെസിലിറ്റികളിലൊക്കെ ഇത്തരം ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ഇൻവെന്ററി മാനേജേഴ്സിന് ഇങ്ങനെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോക്കുകളെ മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഇൻവെന്ററി. ക്ലിയർ? അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? യൂസിങ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെ. ശസ്ത്രക്രിയ പ്രൊസീജിയേഴ്സുകളിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. കമ്പ്യൂട്ടേഴ്സ് ക്യാൻ പെർഫോം multi-faceted tasks with accuracy. So the use of computers in operating rooms can save lives. For completing complicated treatments, surgeons may
ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അറിയാലോ, അതായത് നമുക്കറിയാം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു മൾട്ടി ടാസ്കിംഗ് ആയിട്ടുള്ള സിസ്റ്റം ആണ് അല്ലെ. ഒരുപാട് കാര്യങ്ങൾ വളരെ അക്യുറേറ്റ് ആയിട്ട് വളരെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണല്ലോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെയുള്ള കമ്പ്യൂട്ടറുകൾ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നുണ്ട്? ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഉപയോഗിക്കുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് റൂമുകളിലും ഉപയോഗിക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് ഒരുപാട് പേരുടെ ജീവൻ സേവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് സർജൻസ് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ മോണിറ്ററിംഗ് സംവിധാനങ്ങളൊക്കെ അത്യാവശ്യമാണ്. അതിലൂടെ പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ സർജറി കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് സർജറികളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ടും എന്ത് സഹായിക്കുന്നുണ്ട്? കമ്പ്യൂട്ടേഴ്സുകൾ വളരെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, 5 പോയിന്റുകൾ നോക്കിയാണോ? 5 പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലായോ? 5 പോയിന്റുകൾ ഒന്ന് വായിക്കാമോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, ക്ലിയർ ആയെന്ന് നോക്കി. എനിക്ക് അടുത്ത പോയിന്റ് പറയാം. ഓക്കെ, ക്ലിയർ ആക്കി വിചാരിക്കുന്നു കേട്ടോ. എളുപ്പമുള്ള കോൺസെപ്റ്റുകളാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത പോയിന്റ് കേട്ടോ, 6ാമത്തെ പോയിന്റ് ഇതാണ്. മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഇമേജിംഗ്. മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഇമേജിംഗ് ഇത് കാണാൻ പറ്റൂ അല്ലെ. ആ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഇമേജിംഗിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സ് സഹായിക്കുന്നത്? കമ്പ്യൂട്ടേഴ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ടു ഓപ്പറേറ്റ് മെഡിക്കൽ മെഷീനറി ദാറ്റ് കണ്ടക്ട്സ് ക്രൂഷ്യൽ മെഡിക്കൽ ടെസ്റ്റ് ഇൻക്ലൂഡിംഗ് അൾട്രാസോണോഗ്രഫി, CT സ്കാൻ, MRI, ബ്ലഡ് ടെസ്റ്റ് എക്സെട്ര. അറിയാലോ, ഇങ്ങനെയുള്ള അൾട്രാസൗണ്ട് സ്കാനിങ് ആയിക്കോട്ടെ, CT സ്കാനിങ് ആയിക്കോട്ടെ, MRI സ്കാനിങ്ങുകൾ, ബ്ലഡ് ടെസ്റ്റുകൾ, ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള മെഡിക്കൽ ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യാനുള്ള മെഡിക്കൽ മെഷീനറീസിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. സ്കാനൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഇമേജ് ഒക്കെ കമ്പ്യൂട്ടറിലൂടെയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നത് അല്ലെ. അങ്ങനെ മോണിറ്റർ ചെയ്തിട്ടാണ് ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്? ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ. അവർക്ക് എന്താണ് ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഡോക്ടേഴ്സ് ആൾസോ യൂട്ടിലൈസ് കമ്പ്യൂട്ടേഴ്സ് ടു ഡിസ്പ്ലേ ദയർ ഫൈൻഡിങ്സ് ആൻഡ് ഡിസ്ക്രൈബ് ദ ഇൽനെസ് ആൻഡ് കോഴ്സ് ഓഫ് തെറാപ്പി. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് ഇത്തരം കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയുന്ന മെഡിക്കൽ ഇമേജുകളുടെ ഫൈൻഡിങ്സുകൾ അതൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നതും അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റുകൾ അല്ലെ, അവരുടെ ആ ഒരു രോഗാവസ്ഥയെ പറ്റിയൊക്കെ വിവരിക്കുന്നത് ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. കമ്പ്യൂട്ടേഴ്സ് മേ ബി യൂസ്ഡ് ഫോർ 3D മോഡലിംഗ് ആൻഡ് ഡ്രോയിങ്. കൂടാതെ ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ 3D മോഡൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. എന്ന് പറഞ്ഞാൽ ഇപ്പോ അനാട്ടമി അല്ലെ, പേഷ്യന്റ് ഓർഗൻസോ അല്ലെങ്കിൽ ടിഷ്യൂസുകൾ, ആ ഒരു അനാട്ടമിയുടെ ഒരു 3D മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡിസീസസുകൾ അല്ലെ, അവർക്ക് വരുന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ സർജിക്കൽ പ്ലാനുകൾ, അതിന്റെയൊക്കെ 3D ഇമേജസ്, 3D മോഡലുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? മെഡിക്കൽ എക്യുപ്മെന്റ് ആയിട്ട് ഇമേജ്. 7ാമത്തെ പോയിന്റ് എന്താണ്? കമ്മ്യൂണിക്കേഷൻ അല്ലെ. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നു? കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ എമംഗ്സ്റ്റ് health care professionals helps the staff and makes their job easier because they are sometimes quite busy. ശരിയാണ്. ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ബിസി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അല്ലെ. അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫുകളും എന്താണ്? വളരെയധികം ബിസി ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഈ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കിടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ജോലി കുറെ കൂടി ഈസി ആക്കാൻ പറ്റുന്നുണ്ട്. അവരുടെ വളരെ തിരക്കിട്ട അവരുടെ ഒരു ലൈഫ് ഈസി ആയിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുമൊക്കെ കമ്പ്യൂട്ടർ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഹെൽത്ത് കെയർ സ്റ്റാഫ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇൻ റിയൽ ടൈം ചാറ്റ് ഓൺ എ കമ്പ്യൂട്ടർ ടു ഷെയർ ദി ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ. അതായത് നമുക്കറിയാലോ, കമ്പ്യൂട്ടർ സംവിധാനങ്ങളിലൂടെ നമുക്ക് തത്സമയം തന്നെ റിയൽ ടൈം നമുക്ക് ലൈവായിട്ട് തന്നെ നമുക്ക് ചാറ്റ് ചെയ്യാനും അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇറ്റ് ഈസ് പ്രിഫറബിൾ ടു റിസീവ് ടെക്സ്റ്റ് ഓർ പോസ്റ്റ് ഇറ്റ് നോട്ട് അല്ലെ. നമ്മൾ കൂടുതലും ഇത്തരം കമ്മ്യൂണിക്കേഷൻസ് ഒന്നെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ടോ
അല്ലെങ്കിൽ നമ്മൾ അതൊരു പോസ്റ്റ്-ഇറ്റ് നോട്ട് ആയിട്ട് അല്ലെ. പോസ്റ്റ്-ഇറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ സ്മോൾ നോട്ടുകളാണ്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മറന്നു പോവാതിരിക്കാനായിട്ട് ഓർക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെറിയ ചെറിയ നോട്ടുകൾ എഴുതി ഇങ്ങനെ വെക്കാറുണ്ട് അല്ലെ. അത് ചെയ്യാറില്ലേ? ചുമരുമൊക്കെ നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കും അല്ലെ. അല്ലെങ്കിൽ ചെറിയ നോട്ട് പോലെ നമ്മൾ എന്തെങ്കിലും മറന്നു പോവാതിരിക്കാനോ എന്തെങ്കിലും റിമൈൻഡേഴ്സോ കാര്യങ്ങളോ നമ്മൾ രേഖപ്പെടുത്തി നമ്മളിങ്ങനെ പോസ്റ്റ് നോട്ടായിട്ട് വെക്കും അല്ലെ. പോസ്റ്റ് നോട്ട് എന്ന് വെച്ചാൽ ചെറിയ നോട്ടുകളായിട്ട് റിമൈൻഡേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ വലിയൊരു കമ്മ്യൂണിക്കേഷൻ അല്ല, പക്ഷെ എന്നിരുന്നാലും ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ പോസ്റ്റ് നോട്ടായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അല്ലെ. കാരണം വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടേഴ്സ് വളരെയധികം സഹായിക്കുന്നുണ്ട്. അടുത്തത് നോക്കിയേ, ടെലിമെഡിസിൻ ആണ് അല്ലെ. ടെലിമെഡിസിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് ടെലിമെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രോഗികളായിക്കോട്ടെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആയിക്കോട്ടെ അവര് ഫിസിക്കലി അവിടെ ഹാജരാവുന്നില്ല അല്ലെ. ഫിസിക്കലി ഹാജരാവുന്നില്ല, പക്ഷെ എന്താണ് വിദൂരമായി തന്നെ ഇരുന്ന് നമുക്ക് രോഗികളെ പരിചരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ടെലിമെഡിസിൻ എന്ന് പറയുന്നത് അല്ലെ. അവിടെ ഇപ്പൊ രോഗിയോ അല്ലെങ്കിൽ ഡോക്ടറോ തമ്മിൽ പരസ്പരം എന്താണ് നേരിട്ട് കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. അവര് ഫിസിക്കലി എന്തായിരിക്കും ഫിസിക്കലി അവര് ഹാജരാവുന്നില്ല, പക്ഷെ അത് തന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻ അതിന് വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് എന്ത്, അവിടെ നമ്മൾ കമ്പ്യൂട്ടർ സംവിധാനങ്ങളല്ലേ ഉപയോഗിക്കുന്നത്. അതാണ് ടെലിമെഡിസിൻ. എന്താണ് ടെലിമെഡിസിൻ എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ അവിടെ കൊടുക്കേണ്ടത്, അത് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. The act of treating patients remotely while neither the patient nor the practitioner is present physically is considered to be telemedicine. അല്ലെ, അവിടെ ഒരു ഡോക്ടറോ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സോ ഫിസിക്കലി ഹാജരാകാതെ തന്നെ വിദൂരമായിട്ട് ഇരുന്ന് അല്ലെ റിമോട്ട് ആയിട്ട് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് പേഷ്യന്റിനെ പരിചരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം, ഓൺലൈൻ ആയിട്ട് നമുക്ക് കൺസൾട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം, അതിനെയാണ് നമ്മൾ പറയുന്നത് ടെലിമെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ, the doctors may now connect with the patients and other medical personnel thanks to computers and cell phones. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഡോക്ടേഴ്സിനായിക്കോട്ടെ പേഷ്യൻസിനായിക്കോട്ടെ അവർക്ക് എന്താണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വളരെയധികം ഇത് ഹെൽപ്ഫുൾ ആണ്. കൂടുതൽ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എവിടെ വരുന്നത്, ഡ്യൂറിങ് നാച്ചുറൽ കലാമിറ്റീസ് ടെലിമെഡിസിൻ ഈസ് ക്രൂഷ്യൽ ആണ് അല്ലെ. നമ്മളിപ്പോ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങളോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇഷ്യൂസ് വന്നാൽ നമുക്ക് ചിലപ്പോൾ രോഗിയുടെ അടുത്ത് നേരിട്ട് ചെല്ലാനൊന്നും സാധിക്കില്ല അല്ലെ. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള ടെലിമെഡിസിൻ സൗകര്യങ്ങളാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് എവിടെ എത്ര ദൂരത്തിരുന്നുകൊണ്ടും പേഷ്യൻസിനെ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യാനും ഡോക്ടേഴ്സിന് അവരുടെ പേഷ്യൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. അവരൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത്, കമ്പ്യൂട്ടർ സംവിധാനങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ നമുക്ക് പറയാവുന്നത് കസ്റ്റമർ സർവീസസ് ആണ് അല്ലെ. നമ്മൾ തുടക്കം തന്നെ ഈ ചാപ്റ്ററിൽ കുറെ മൊഡ്യൂൾ സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ നമ്മൾ പഠിച്ചു അല്ലെ. ഓരോ കാര്യങ്ങൾക്കും ഓരോരോ സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല രീതിയിലുള്ള സർവീസുകളും കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. Hospitals now use automatic systems like the artificial intelligence AI to provide regular customer services to the patient, such as payments, making demands and complaints. അല്ലെ, ഈ പറയുന്ന പേഷ്യൻസിനാണെങ്കിലും അവർക്ക് നല്ല ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് കൊടുക്കാനൊക്കെ ഇന്ന് ഹോസ്പിറ്റലുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലെ. എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനായിക്കോട്ടെ, ബില്ലിങ്ങിനായിക്കോട്ടെ, ഡോക്ടേഴ്സിനെ കണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിക്കോട്ടെ, എന്തും ഏതിനും എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കസ്റ്റമർ സർവീസ്. അടുത്തത് എന്താണ്, ഓൺലൈൻ പേയ്മെന്റ് ആണ് അല്ലെ. ഓൺലൈൻ പേയ്മെന്റ് ഇതെല്ലാവരും എന്താണ് ഓൺലൈൻ ആയിട്ടുള്ള പേയ്മെന്റുകളാണ് കൂടുതലും നടക്കുന്നത് അല്ലെ. ഓക്കെ, ഹോസ്പിറ്റൽസ് നൗ മേക്ക് യൂസ് ഓഫ് ഓൺലൈൻ പേയ്മെന്റ് പോർട്ടൽസ് ടു ഹെൽപ്പ് പേഷ്യൻസ് ടു പേ ദെയർ ഹോസ്പിറ്റൽ ബിൽസ് ഓൺലൈൻ അല്ലെ. അതായത് ഈ പേഷ്യൻസിന് അവരുടെ ഹോസ്പിറ്റൽ ബില്ലുകൾ ഓൺലൈൻ ആയിട്ട് പേ ചെയ്യുന്നതിനായിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഓൺലൈൻ പേയ്മെന്റ് പോർട്ടൽ ഉപയോഗിക്കുന്നുണ്ട്. അറിയാലോ, നമ്മൾ ഓരോന്നിനും ഓരോ സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഹോസ്പിറ്റൽ ബില്ലുകൾ ഓൺലൈൻ ആയിട്ട് പേ ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെന്റ് പോർട്ടൽസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ദിസ് ഡിക്രീസസ് ദി ചാൻസസ് ഓഫ് എറേഴ്സ് അല്ലെ. എറേഴ്സ് വരാനുള്ള ഒരു ചാൻസ് വളരെയധികം കുറവാണ്. ആൻഡ് ദി ടാസ്ക് ഈസ് പെർഫോംഡ് ഇൻ ലെസ് ടൈം. വളരെ കുറഞ്ഞ സമയത്തിൽ തന്നെ നമുക്ക് വളരെ ടൈം എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗപ്പെടുത്തി പേയ്മെന്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ നമ്മൾ എന്ത് ഉപയോഗിച്ചു, കമ്പ്യൂട്ടർ ആണ് യൂസ് ചെയ്തത് അല്ലെ. ഇത്രയാണ് 10 പോയിന്റുകളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. 10 പോയിന്റുകൾ നോക്കിയാണ് കേട്ടോ.
എന്തൊക്കെയാണ് പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ എന്താണ് ടെലിമെഡിസിൻ എന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്തൊക്കെയായിരുന്നു പോയിന്റ്? മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫർമേഷൻ, മോണിറ്റർ പേഷ്യൻസ്, മെഡിക്കൽ റിസർച്ച്, ഇൻവെന്ററി, അതുപോലെ തന്നെ യൂസിങ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്, മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഇമേജിംഗ്, then communication, ടെലിമെഡിസിൻ, കസ്റ്റമർ സർവീസ്, ഓൺലൈൻ പേയ്മെന്റ് അല്ലെ. എന്നിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നു. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, 10 യൂസസ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കി. ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാ പോയിന്റ്സും? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണ് കേട്ടോ. ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ നമ്മൾ ചുരുക്കി HIM എന്നാണ് പറയുക കേട്ടോ. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ആദ്യം തന്നെ ആരാണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ എന്നുള്ളത് നോക്കാം. ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സ് ഓർഗനൈസ്, oversee and protect patient health information data which includes the symptoms, diagnosis, medical histories, test result and procedures. ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? പേഷ്യന്റിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻസുകൾ അല്ലെ, അതെല്ലാം തന്നെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു രോഗിയുടെ രോഗലക്ഷണങ്ങള്, സിംറ്റംസുകള്, അവരുടെ ഡയഗ്നോസിസ്, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററികള്, ടെസ്റ്റ് റിസൾട്ടുകള്, അതുപോലെ അവർക്ക് കൊടുക്കുന്ന ചികിത്സാ നടപടിക്രമങ്ങള്, ഇവയെല്ലാം തന്നെ ഉൾപ്പെടുന്ന ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഓവർസീ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഒരു സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക അല്ലെ, അവരുടെ റെക്കോർഡ്സുകളുടെ ആ ഒരു ആക്യുറസി അല്ലെ, ആ ഒരു കൃത്യത ഉറപ്പുവരുത്തുക അല്ലെ, ആക്യുറസി ഉറപ്പുവരുത്തുക, സേഫ്റ്റി ഉറപ്പുവരുത്തുക, അതുപോലെ അതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി ഉറപ്പുവരുത്തുക അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഓവർസീ ചെയ്യുക. അതുപോലെ പ്രൊട്ടക്ട് ദ പേഷ്യന്റ് ഹെൽത്ത് ഇൻഫർമേഷൻ ഡാറ്റ അല്ലെ, രോഗിയുടെ വിവരങ്ങള് വളരെയധികം സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ. നമുക്കറിയാം ഇങ്ങനെയുള്ള ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്യപ്പെടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള കുറെ റിസ്കുകളൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ഓൺലൈനിലൂടെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പേഷ്യന്റിന്റെ വിവരങ്ങളൊക്കെ അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്യപ്പെടാനൊക്കെയുള്ള ചാൻസുകൾ കൂടുതലാണ് അല്ലെ. അതിൽ നിന്നൊക്കെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ആരാണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ഓർഗനൈസ്, oversee and protect the patient health information data which includes symptoms, diagnosis, medical histories, test result and procedures. Okay. The exact job description relies on the professional's job title. However, there are some daily tasks that most health information managers do. ഇനി മറ്റു പല ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നതാണ് അവിടെ 6 പോയിന്റുകളായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓരോ പോയിന്റ് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നോക്കാം. ഡ്യൂട്ടീസ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ. ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി നോക്കി. എസ്റ്റാബ്ലിഷ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ് ആൻഡ് പ്രോസസ് ടു എൻഷുർ ദ കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് ഡോക്യുമെന്റേഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. അല്ലെ, പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകളുടെ വളരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ അല്ലെ, അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസുകളും കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ആരാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണ് അല്ലെ.
നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. അതായത് പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ അതിലാണ് എല്ലാ വിവരങ്ങളും അടങ്ങിയിരിക്കുന്നത്. പേഷ്യന്റിന്റെ എല്ലാ ഹെൽത്ത് ഇൻഫർമേഷൻസ് എന്തിനാണ്? മെഡിക്കൽ റെക്കോർഡിലാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകളാണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആണെന്നും അതിന്റെ ആക്യുറസി അല്ലെ അതിന്റെ കൃത്യതയെല്ലാം തന്നെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഹെൽത്ത് ഇൻഫർമേഷൻ സംവിധാനങ്ങളൊക്കെ ശരിയായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് അതിന് മേൽനോട്ടം വഹിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർക്കാണ് ഉള്ളത്. ഓക്കെ, ഇതാണ് ആദ്യത്തെ പോയിന്റ് കേട്ടോ. എസ്റ്റാബ്ലിഷ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ് ആൻഡ് പ്രോസസ് ടു എൻഷുവർ ദ കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് ഡോക്യുമെന്റേഷൻ ഓഫ് മെഡിക്കൽ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. വർക്ക് വിത്ത് വാരിയസ് മെഡിക്കൽ സ്റ്റാഫ് ഇൻക്ലൂഡിംഗ് നഴ്സസ് ആൻഡ് ഡോക്ടേഴ്സ് ടു എൻഹാൻസ് ദ ക്വാളിറ്റി ആൻഡ് ആക്യുറസി ഓഫ് പേഷ്യന്റ് ഇൻഫർമേഷൻ. അതുപോലെ തന്നെ ഈ രോഗികളുടെ വിവരങ്ങളുടെ ആ ഒരു ആക്യുറസി, സേഫ്റ്റി അല്ലെ, കോൺഫിഡൻഷ്യാലിറ്റി ഇതെല്ലാം തന്നെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നഴ്സസും ഡോക്ടേഴ്സും ഉൾപ്പെടെ മറ്റുള്ള മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർക്കുണ്ട്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്? പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ വളരെയധികം സേഫ് ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിന്റെ ക്വാളിറ്റി, അതിന്റെ ആക്യുറസി, എഫിഷ്യൻസി അല്ലെ, ആ ഒരു ഇതൊക്കെ സേഫ്റ്റി ഒക്കെ ഉറപ്പുവരുത്താനുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സും നഴ്സസും എല്ലാവരും ഉൾപ്പെടുന്ന മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാന്നുള്ളതും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. കോഡ് ടു എൻഷുർ. കോഡ് മീൻസ് കൊളാബറേറ്റ് വിത്ത് കോഡേഴ്സ് ടു എൻഷുർ secure and bug-free systems for controlling health information. Code means എന്താണ്? Collaborate with coders. Collaborate with coders എന്ന് പറഞ്ഞാൽ എന്താണ്? Coders എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ ഈ പറയുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽസ് ആണ് അല്ലെ. IT പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ടാവില്ലേ? IT പ്രൊഫഷണൽസ്, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ടാവും. അവരൊക്കെയാണ് ഈ കോഡേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെയാണ് ഈ പറയുന്ന ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ സംവിധാനങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുകയും ക്രിയേറ്റ് ചെയ്യുകയും അല്ലെ അതിന്റെയൊക്കെ സേഫ്റ്റി ഒക്കെ ഉറപ്പുവരുത്തുന്നതൊക്കെ ആരാണ്? ഇങ്ങനെയുള്ള കോഡേഴ്സ് ആണ്. അതായത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന IT പ്രൊഫഷണൽസുകള്, സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസുകളൊക്കെയാണ്. അവരൊക്കെയാണ് ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ അതിനൊക്കെ ഇംപ്ലിമെന്റ് ഒക്കെ ചെയ്യുന്നതും അവരാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കോഡേഴ്സും ആയിട്ട് അല്ലെ അവരുമായിട്ട് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഷുവർ സെക്യൂർ ആൻഡ് ബഗ്-ഫ്രീ സിസ്റ്റംസ് ഫോർ കൺട്രോളിംഗ് ഹെൽത്ത് ഇൻഫർമേഷൻ അല്ലെ. അതായത് ഹെൽത്ത് ഇൻഫർമേഷൻ വളരെ സുരക്ഷിതമാക്കുന്നതിനും ബഗ്-ഫ്രീ ആയിട്ട്, ബഗ്-ഫ്രീ സിസ്റ്റം എന്ന് വെച്ചാൽ വളരെ സേഫ് ആയിട്ട് വളരെ എഫിഷ്യന്റ് ആയിട്ട് അവിടുത്തെ സോഫ്റ്റ്വെയർ സംവിധാനങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് ഉറപ്പുവരുത്താൻ ഇത്തരം കോഡേഴ്സുമായിട്ട്, കോഡേഴ്സ് എന്ന് വെച്ചാൽ അവര് പ്രൊഫഷണൽസ് ആണ് കേട്ടോ. ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ്. അവരുമായിട്ട് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? ഈ പറയുന്ന HIM കേട്ടോ. അതായത് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർക്കാണ് ഉള്ളത്. ഓക്കെ, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കോഡ് ടു എൻഷുവർ സെക്യൂർ ആൻഡ് ബഗ്-ഫ്രീ സിസ്റ്റംസ് ഫോർ കൺട്രോളിംഗ് ഹെൽത്ത് ഇൻഫർമേഷൻ. ഓക്കെ, നാലാമത്തെ പോയിന്റ് ഇതാണ്. മേക്ക് റെഗുലർ ഓഡിറ്റ്സ് ടു എൻഷുവർ ദ ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്സ് ആൻഡ് പ്രോസസ് കംപ്ലൈ വിത്ത് ദ ഗൈഡ് ലൈൻസ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ആസ് വെൽ ആസ് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് ലോസ്. നമുക്കറിയാലോ ഈ ഹോസ്പിറ്റലിൽ ഈ പറയുന്ന പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസുകളൊക്കെ മാനേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം റൂൾസ് ഉണ്ട്, റെഗുലേഷൻസുകൾ ഉണ്ട്, അതിൻ്റെതായ സ്റ്റാൻഡേർഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അതൊക്കെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടായിരിക്കണം അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. ഇപ്പൊ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ സംബന്ധമായിട്ടുള്ള മാത്രമല്ല, ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ പറയുന്ന ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് അവിടെ നടക്കുന്ന അവിടുത്തെ ടെക്നിക്സുകള്, അവിടെ നടക്കുന്ന വർക്ക് ഫ്ലോ അല്ലെ, അവിടുത്തെ പ്രവർത്തനങ്ങള് അത് എല്ലാവിധ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ റെഗുലർ ആയിട്ട് ഓഡിറ്റുകൾ നടത്താം. റെഗുലർ ഓഡിറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? ഓഡിറ്റുകൾ നടത്തണം. ഓഡിറ്റുകൾ നടത്തി കഴിഞ്ഞാൽ മാത്രമാണ് അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മേക്ക് റെഗുലർ ഓഡിറ്റ്സ് ടു എൻഷുവർ ദ ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്സ് ആൻഡ് പ്രോസസ് കംപ്ലൈ വിത്ത് ഗൈഡ് ലൈൻസ്. ഗൈഡ് ലൈൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ ആസ് വെൽ ആസ് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് ലോസ് അല്ലെ. നമ്മുടെ സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, സ്റ്റാൻഡേർഡുകൾ ഉണ്ട്.
അതൊക്കെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് തന്നെയാണോ ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകുന്നത് ഉറപ്പിക്കാനായിട്ട് എന്ത് ചെയ്യണം? റെഗുലർ ആയിട്ടുള്ള ഓഡിറ്റുകൾ കണ്ടക്ട് ചെയ്യണം അല്ലെ? അതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർക്കാണ് ഉള്ളത്. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്. കോപ്പറേറ്റ് വിത്ത് കംപ്ലൈന്റ്സ് ഓഫീസേഴ്സ് that regularly track audits and denials from third-party auditors and insurance companies and find the trends in the data. അതായത് കോപ്പറേറ്റ് വിത്ത് കംപ്ലൈന്റ്സ് ഓഫീസർ. കംപ്ലൈന്റ്സ് ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലൈന്റും കംപ്ലൈന്റ്സും തമ്മിൽ വ്യത്യാസമൊക്കെ കേട്ടോ. കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ പരാതി എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, COM PL എന്താണ്? IANT ആണ് കേട്ടോ കംപ്ലൈന്റ്. ഇത് COM PL IANC കംപ്ലൈന്റ്. സ്പെല്ലിംഗ് ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ പരാതിയാണ്. കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാലിക്കുക എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് കംപ്ലൈന്റ്സ് ഓഫീസേഴ്സ് ആണ്. കംപ്ലൈന്റ്സ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസർമാരുണ്ടായിരിക്കും ഹോസ്പിറ്റലിൽ കേട്ടോ. അവരെയാണ് നമ്മൾ കംപ്ലൈന്റ്സ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കംപ്ലൈന്റ്സ് ഓഫീസേഴ്സുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക, അവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കാം. എന്നിട്ട് ഇതിന് വേണ്ടിയിട്ടാണ് ദാറ്റ് റെഗുലർലി ട്രാക്ക് ഓഡിറ്റ് അല്ലെ, ഈ പറയുന്ന ഓഡിറ്റുകളൊക്കെ കൃത്യമായിട്ട് നടത്താനും. അതുപോലെ ഡിനൈൽസ് ഫ്രം തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സ്. തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇന്റേണൽ ആയിട്ടുള്ള ഓഡിറ്റിംഗ് നടത്തുന്നുണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്നുണ്ട്. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു ഏജൻസി ഒക്കെ വന്നിട്ട് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യും? ഓഡിറ്റും കാര്യങ്ങളൊക്കെ നടത്തും. അതുപോലെ ഇൻഷുറൻസ് സംബന്ധമായിട്ട് വരുന്ന ഇഷ്യൂസുകൾ അല്ലെ, പ്രശ്നങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും അതിന് സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന കംപ്ലൈന്റ്സ് ഓഫീസേഴ്സുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക എന്നുള്ളതും ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇതാണ് അവിടെ പറയുന്നത്. കോപ്പറേറ്റ് വിത്ത് കംപ്ലൈന്റ്സ് ഓഫീസേഴ്സ് ദാറ്റ് റെഗുലർലി ട്രാക്ക് ഓഡിറ്റ്സ് ആൻഡ് ഡിനൈൽസ് ഫ്രം തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സ് and the insurance companies and to find the trends in the data. Okay, clear ആയല്ലോ? ആറാമത്തെ പോയിന്റ് ഇതാണ്. ഓർഗനൈസ് ആൻഡ് അനലൈസ് ഹെൽത്ത് ഇൻഫർമേഷൻ ഫോർ ബെറ്റർ യൂട്ടിലൈസേഷൻ, പ്രോസസ് ഇംപ്രൂവ്മെന്റ്, പ്രിപ്പയറിംഗ് റിപ്പോർട്ട്സ് ആൻഡ് റിസർച്ച് പർപ്പസ്. അതുകൂടാതെ ഈ പറയുന്ന പേഷ്യന്റിന്റെ എല്ലാവിധ ഹെൽത്ത് ഇൻഫർമേഷൻസും നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് അതിനെ അനലൈസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ബെറ്റർ യൂട്ടിലൈസേഷൻ അല്ലെ, വിവരങ്ങളെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്തുന്നതിനും അതുപോലെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നതിനും റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനും ഗവേഷണ പ്രവർത്തനങ്ങൾക്കും ഒക്കെ ആയിട്ട് ഈ പറയുന്ന ഹെൽത്ത് ഇൻഫർമേഷൻസുകളെ ശരിയായ രീതിയിൽ ഓർഗനൈസ് ചെയ്ത് അനലൈസ് ചെയ്യാനുള്ള, വിശകലനം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർക്കാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നോക്കാം. There are some jobs carried out by health information managers relying on the specific subfield we enter in. We may have more specialized duties. Okay, ഇത് ഇത്രയുമാണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത്. ഈ 6 പോയിന്റുകൾ നിങ്ങൾക്ക് ഓക്കെ ആണോ? ക്ലിയർ ആയോ? 6 പോയിന്റുകൾ മനസ്സിലായോ? ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നമുക്ക് മൺഡേ ഒരു ക്ലാസ്സും കൂടെ ഉണ്ട്. ആ മൺഡേയുടെ ക്ലാസ്സിൽ നമുക്ക് പഠിപ്പിച്ച എല്ലാ ചാപ്റ്റേഴ്സുകളും ജസ്റ്റ് നമുക്കൊന്ന് ഓവറോൾ ആയിട്ടൊന്ന് ഓടിച്ചു നോക്കാം. ഞാൻ പറഞ്ഞ റിവിഷൻ എന്നുള്ള രീതിയിലല്ല, നമുക്ക് ഏതെങ്കിലും ഇപ്പൊ ഞാൻ എടുത്ത പോർഷൻസിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മൺഡേ അതിനെ പറ്റുന്ന ഡിസ്കസ് ചെയ്യാം കേട്ടോ. പിന്നെ ചില പ്രധാനപ്പെട്ട ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അത് മാത്രമാണ് മൺഡേയിൽ നടക്കുന്നത്. ഇപ്പൊ മൺഡേ ക്ലാസ്സിൽ എല്ലാവരും മാക്സിമം കയറാൻ നോക്കുക. വേറെ ഒന്നുകൊണ്ടല്ല, ലാസ്റ്റ് ക്ലാസ് ആണ്. അതോടുകൂടി നമ്മൾ വൈകിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ് മൺഡേയുടെ ക്ലാസ്. എല്ലാവരും മാക്സിമം ഇത് ചെയ്യാൻ നോക്കുക കേട്ടോ. നമുക്ക് എന്തെങ്കിലും എടുത്ത ഭാഗങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് ഓവറോൾ ആയിട്ടൊക്കെ ഒന്ന് ഓടിച്ചൊന്ന് നോക്കാം. അല്ല പറയുന്നത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ നേരം ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് തിരിയാം കേട്ടോ. അല്ല മൺഡേ മാത്രമല്ല കേട്ടോ, ഒരു മിനിറ്റ്സിന് ഒരു ചെറിയൊരു പോർഷനും കൂടി എടുക്കാനുണ്ടല്ലോ. ചൊവ്വാഴ്ച ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ ഫൈനൽ അറിയിപ്പ് നിങ്ങൾക്ക് ക്ലാസ് ബുക്കിനൊക്കെ വരും. പിന്നെ ഇനിയുള്ള ഓരോ ദിവസങ്ങളും നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, മോക്ക് ടെസ്റ്റുകളൊക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം. ഇനി ഒരു എക്സാമിനെയാണ് നിങ്ങൾ ഇനി എക്സാം ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പൊ അതിന്
എപ്പോഴും നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ ഡൗട്ട്സുകളൊന്നും ഇന്നത്തെ ക്ലാസ്സിൽ ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, മൺഡേ ഓക്കെ അല്ലേ എല്ലാവരും? ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെച്ചോ, നമുക്ക് മൺഡേ ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.